ഇതേപോലെ കരിഞ്ഞ പാത്രം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ കടല വേവിച്ചപ്പോൾ കരിഞ്ഞു പോയതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് സ്വല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഏതെങ്കിലും ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ എടുക്കാം. അപ്പം നമ്മളെ കയ്യിൽ വാടിയ നാരങ്ങ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ അതിനകത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അതും കൂടെ വെച്ചിട്ട് തന്നെ ഒരൊറ്റ വിസിൽ മതി. എന്നിട്ട് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ആ കറയെല്ലാം ഇളകിയിട്ട് നമുക്ക് വിരൽ വെച്ചൊന്ന് ചിരണ്ടിയാൽ പോലും പെട്ടെന്ന് കറങ്ങി വരും കേട്ടോ. കണ്ടോ? അപ്പോൾ ആദ്യമാണെങ്കിൽ നമ്മൾ സ്ക്രബ്ബർ വെച്ച് തേച്ചാൽ പോലും വരില്ല, അത്ര കരിഞ്ഞ് പിടിച്ച ഒരു കുക്കറാണിത്. ഇതിപ്പോൾ ഞാൻ സ്ക്രബ്ബർ വെച്ച് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കുമ്പം തന്നെ അതിനകത്തുള്ള ആ അഴുക്ക് കറയെല്ലാം കരിഞ്ഞ എല്ലാം ഇങ്ങനെ ഇളകി വരുന്നുണ്ടോ. അപ്പോൾ ആദ്യം ഇരുന്നതിനേക്കാളും പാത്രം ഒന്നുകൂടി വെട്ടിത്തിളങ്ങുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കുക്കർ വെളുപ്പിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. എന്നിട്ട് തന്നെ കഴുകി എടുക്കുമ്പോൾ നോക്കിയോ, ആദ്യത്തെ പാത്രം ഇരുന്നതിനേക്കാളും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടാകാൻ പാകം. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് അലുമിനിയത്തിൻ്റെയോ കുക്കറ ഇതുപോലെ കരിഞ്ഞ് പിടിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാം. കൈയിട്ട് ഉരച്ച് ബലം കൊടുത്ത് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ.